കഴിഞ്ഞ 1.5 മാസക്കാലമായി നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലായിരുന്നു. നമുക്കറിയാം, ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും ഓരോ ഘട്ടം കഴിയുമ്പോഴും കൃത്യമായി തന്നെ വിശകലനം ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മാറി മാറി വരുന്ന മൂഡുകളും ട്രെൻഡ്സുകളും ഒക്കെ കൃത്യമായി തന്നെ അവലോകനം ചെയ്ത് പോകുകയാണ് നമ്മുടെ ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് 7ാം ഘട്ടമാണ്, 57 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നു. ഈ ഘട്ടത്തെ ഞങ്ങൾ വലിയ കാര്യമായി തന്നെ എടുക്കുന്നില്ല. കാരണം ഇത് BJPക്ക് ഒരു അപ്പർ ഹാൻഡുള്ള ഒരു ഘട്ടമാണ് 7ാം ഘട്ടം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ 57 സീറ്റിൽ 25 BJPക്കായിരുന്നു. ഇത്തവണ അവർക്കൊരു വലിയ മേൽക്കൈ തന്നെ ഈ 57 സീറ്റ് ലഭിക്കും. അതുകൊണ്ട് തന്നെ അതിന് അവലോകനം ചെയ്യുന്നില്ല, പകരം എക്സിറ്റ് പോളിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ നൽകിയ വിശകലനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഞങ്ങൾ ഇന്ത്യയിലെ 162, അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന 162 ചാനൽ ശൃംഖലയുടെ ഭാഗമാണ്. അവരിൽ നിന്ന് കിട്ടിയ, അതെല്ലാം ഓൺലൈൻ ചാനലുകളാണ്, അവരിൽ നിന്ന് കിട്ടിയ ഡേറ്റാസ്, ഒപ്പം തന്നെ വിവിധ ഈ സർവേ ഏജൻസികളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച ഡേറ്റാസുകൾ, ഞങ്ങളുടെ വിശകലനങ്ങൾ അടിസ്ഥാനമാക്കി ഞങ്ങൾ തന്നെ തയ്യാറാക്കിയ ഒരു എക്സിറ്റ് പോൾ ആണ് ഇപ്പോൾ നമുക്ക് നൽകുന്നത്. അതിനെക്കുറിച്ച് വിശദമായ ഒരു വിശകലനം തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വേവ്, ഒരു തരംഗം നമുക്ക് പ്രകടമായിട്ട് എങ്ങും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു സൈലൻ്റ് വേവ് ഇന്ത്യയിൽ ഉടനീളം ശക്തമായിട്ടുണ്ടായിരുന്നു. ഈ എന്തുകൊണ്ടാണ് ഒരു തരംഗം ഇല്ലെങ്കിൽ ഒരു വലിയ ആവേശം പുറത്ത് കാണാഞ്ഞതിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുൻപൊക്കെ ഈ വോട്ട് ചെയ്യുന്നതിന് തലേന്ന് വരെ ചാഞ്ചാടി നിൽക്കുന്ന ഒരു ജനതയായിരുന്നുവെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആർക്ക് വോട്ട് ചെയ്യണം, ആര് ഭരിക്കണമെന്ന് കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ച ഒരു ജനത. അതുകൊണ്ട് തന്നെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് അല്പം കുറഞ്ഞത്. ഒപ്പം തന്നെ വലിയ ചലനങ്ങൾ പ്രകടമായി കാണാതിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണത്തിൻ്റെ കെട്ട് അഴിച്ചുവിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യത്തെ 1, 2, 3 ഘട്ടങ്ങളിൽ BJP ഒരു സൈലൻറ്റ് മോഡിലായിരുന്നു അവരുടെ പ്രവർത്തനം. അതായത് മുകൾ തട്ടിൽ ഒച്ചയും അനക്കവും ഇല്ലാതെ താഴെത്തട്ടിൽ ശക്തമായൊരു പ്രചരണം അവർ ദക്ഷിണേന്ത്യ അടക്കം നടത്തിയിരുന്നു. അതിനവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, കേരളം അടക്കമുള്ളിടത്ത് കേരളത്തിൽ മാത്രം ഏതാണ്ട് 1.25 കോടി പേരാണ് കേന്ദ്ര പദ്ധതികൾ, ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതികളിലൊക്കെ അംഗമായിട്ടുള്ള, ഉപഭോക്താവായിട്ട് ഉള്ളത്. അതുമാത്രവുമല്ല, ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ കേന്ദ്ര പദ്ധതികൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അറിയാവുന്ന ജനമാണുള്ളത്. ഇതൊക്കെ കൊണ്ട് ദക്ഷിണേന്ത്യയിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ അവർക്ക് വോട്ട് നേടാനും അതിൻ്റെ ഇലക്ഷൻ വർക്കുകൾ മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു. അവിടെ വലിയ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ പോകാൻ കഴിഞ്ഞിരുന്നു. കാരണം ഈ മോദി എന്നൊരു ബ്രാൻഡ്, ഫുൾ പാക്കേജാണ് ആ ബ്രാൻഡ്, അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് മുൻകാലങ്ങളിലൊക്കെ BJPക്ക് ഈ ദക്ഷിണേന്ത്യ പോലുള്ള സംസ്ഥാനത്തൊക്കെ വീടുവിടാന്തരം കയറി ഇറങ്ങി BJP എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നെങ്കിൽ ഇന്നതിൻ്റെ ആവശ്യമില്ലാത്ത ഒരു നിലയിലേക്കായിരുന്നു അവരുടെ പ്രവർത്തനം മുൻപോട്ട് പോയത്. വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് അവർ ഈ ഇലക്ഷനെ കൈകാര്യം ചെയ്തത്. ആദ്യം അവർ നോട്ടം വിട്ടത്, കഴിഞ്ഞ തവണ അവർ 2ാം സ്ഥാനത്തേക്ക് പോയ 60 മണ്ഡലങ്ങളുണ്ട്. ആ 60 മണ്ഡലങ്ങളിലാണ് അവർ 2 വർഷം മുമ്പേ പ്രവർത്തനം ആരംഭിച്ചത്. ആ ഒരു മണ്ഡലത്തിൽ ജയിച്ച് കയറുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളം അടക്കം അവർ പല മണ്ഡലങ്ങളും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു റിസൾട്ട് കൂടി ആകണം ഇത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രധാനമായി അജണ്ട സെറ്റ് ചെയ്ത് BJP ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. BJPയുടെ 400 എന്ന സീറ്റിൻ്റെ ആ ഒരു ക്യാപ്ഷനിലാണ് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും എല്ലാ ജനങ്ങളും നോക്കിക്കൊണ്ട് ഇരിക്കുന്നതും നോക്കിയത്. ആ ഒരൊറ്റ പോയിന്റിൽ ഈ മുഴുവൻ പ്രതിപക്ഷത്തെയും പിടിച്ചു കെട്ടാൻ BJPക്ക് കഴിഞ്ഞു. പിന്നെ ദേശീയ വികാരം ഉയർത്താൻ BJP യൂസ് ചെയ്തിട്ടുള്ളത് ആകെ ഈ പാക് അധിനിവേശ കാശ്മീരിൻ്റെ വിഷയം മാത്രമാണ്. പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കും എന്ന് രാജ്നാഥ് സിംഗ്, അമിത് ഷായും അടക്കം ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഈ പാക് അധിനിവേശ കാശ്മീർ മാത്രമാണ് അവർ ദേശീയതയ്ക്കായി ഉപയോഗിച്ചത്. ഇതിനിടയിൽ ഈ മുസ്ലിം വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ കോൺഗ്രസ് വലിയ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അവർക്ക് അതിന് കുറച്ചുകൂടി ആക്കം പകരുന്ന തരത്തിലേക്ക്, ഇല്ലെങ്കിൽ ആ മുസ്ലിം കോട്ടകളിൽ അവരെ തളച്ചിടുന്ന തരത്തിലേക്കായിരുന്നു BJP ഈ മുസ്ലിംക്ക് സംവരണം നൽകും എന്നൊക്കെയുള്ള ഒരു പ്രസംഗം. അതുകൊണ്ട് കൂടുതൽ കോൺഗ്രസ്സിന് ഈ മുസ്ലിം കോട്ടകളിൽ ഫോക്കസ് ചെയ്യേണ്ടി വന്നു. മറ്റിടങ്ങളിലേക്ക് കോൺഗ്രസ്സിന് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നു എന്ന് പറയാം. ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ BJP അവരുടെ ഇലക്ഷൻ മോഡ് മാറ്റുകയുണ്ടായി. ആക്രമിച്ച് മുൻപോട്ട് പോകുന്ന ഒരു രീതിയിലേക്കായിരുന്നു. ഏതായാലും 2014 മുതൽ 2024 വരെയുള്ള അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അയോധ്യ അവർ മുഖ്യ വിഷയമാക്കി എടുത്തിരുന്നില്ല. പക്ഷേ ഇത്തവണത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അയോധ്യയ്ക്ക് വേണ്ട വലിയ പ്രചാരണം കൊടുക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ ട്രെയിനിലും മറ്റും ഭക്തരെ അയോധ്യയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ വലിയ പ്രചാരണം അതിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇലക്ഷൻ ടൈമിൽ അയോധ്യ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. ഇടയ്ക്ക് 1-2 റാലികളിൽ മറ്റോ ആണ് മോദി അയോധ്യയെ പരാമർശിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് അവിടെ വരാത്തതിനെ കുറിച്ചായിരുന്നു.
കാരണം ഈ അയോധ്യ ഇത്തവണ വലിയ ഒരു ചലനം ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് BJP വോട്ടുകളല്ല, പകരം ഹിന്ദു ഇല്ലെങ്കിൽ രാമഭക്തരുടെ ഒരു വോട്ടുകളാണ്. ഇത് കണ്ടറിഞ്ഞിട്ടാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഫ്രീ സർവീസ് നടത്തുമെന്ന് ഈ കേജ്രിവാളും അതുപോലെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത്. ഏതായാലും ഇനി വലിച്ചു നിൽക്കുന്നില്ല, നമ്മുടെ എക്സിറ്റ് പോളിലേക്ക് നമുക്ക് പോകാം. ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ഈ 1.5 മാസത്തെ ട്രെൻഡ് ഇതായിരുന്നു. ഈ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ, BJPക്ക് സീറ്റ് കുറയുന്ന സംസ്ഥാനങ്ങളുണ്ട്. BJPക്ക് സീറ്റ് കുറയുന്ന സംസ്ഥാനങ്ങൾ ഉറപ്പായും കാണും. കാരണം എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എങ്ങും ഉണ്ടായിട്ടില്ല. BJPക്ക് സീറ്റ് കുറയുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, ഹരിയാന, കർണാടക എന്നിവിടങ്ങളാണ് BJPക്ക് സീറ്റ് കുറയുന്നത്. അതുപോലെ തന്നെ BJPക്ക് അപ്രതീക്ഷിതമായി ലോട്ടറി അടിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലൊന്ന് ഒഡീഷയാണ്, മറ്റൊന്ന് ബംഗാളാണ്. ഇത് കൂടാതെ ഉള്ള 3 സംസ്ഥാനങ്ങൾ, ഒന്ന് ആന്ധ്രാപ്രദേശിൽ BJP 0 ആയിരുന്നു. അവിടെ ഇപ്പോൾ ഒരു പുതിയ കൂട്ടുകെട്ട്, പുതിയൊരു അലയൻസ് അവരുണ്ടാക്കി. അലയൻസ് കൊണ്ട് ഇന്ത്യയിൽ BJPക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അവിടെ ഒരു മേൽക്കൈ BJPക്ക് ഉണ്ടാകും. ഒപ്പം തന്നെ തമിഴ്നാടും കേരളം അടക്കം ഉള്ള ഇടത്തേക്ക് BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നില മെച്ചപ്പെടുത്തുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ആസാം, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഈ നില മെച്ചപ്പെടുന്നത്. ഇപ്പോൾ ഉള്ള സീറ്റിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇനി എല്ലാ സീറ്റിലും BJP ജയിക്കുന്ന സംസ്ഥാനങ്ങളുടെ തൂത്തുവാരി ജയിക്കുക നമ്മൾ പറയുന്നത്. എല്ലാ സീറ്റിലും മത്സരിച്ച എല്ലാ സീറ്റിലും, ആ സംസ്ഥാനത്തെ മുഴുവൻ സീറ്റിലും ജയിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജറാത്ത് 26 BJP ഇപ്പോൾ നിലവിൽ ഒരു BJPയുടെ MP ജയിച്ചു കഴിഞ്ഞു എതിരില്ലാതെ. ദില്ലിയിൽ 7, ഹിമാചൽ പ്രദേശിൽ 4, അരുണാചൽ പ്രദേശിൽ 2, ത്രിപുരയിൽ 2, ഉത്തരാഖണ്ഡിൽ 5 സീറ്റാണുള്ളത്, 5-ൽ 5. അങ്ങനെ ടോട്ടൽ 46 സീറ്റ്. ഈ 46 സീറ്റും BJPയുടെ അവിടെ പ്രതിപക്ഷത്തിന് സീറ്റുകളൊന്നും തന്നെ ഉണ്ടാകില്ല. ഇനി നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ഓരോ സംസ്ഥാനത്തും BJP കിട്ടുന്ന സീറ്റുകളിലേക്ക് പോകാം. ജമ്മു കാശ്മീർ 2 സീറ്റ് BJP കിട്ടും. അവിടെ BJPയുടെ അലയൻസ് അല്ല, എങ്കിൽ പോലും അലയൻസ് ആകാനുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു പാർട്ടിയുണ്ട്, അപ്നി പാർട്ടി. ഈ ബുഖാരിയുടെ അപ്നി പാർട്ടിയാണ്. അതിന് ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 സീറ്റ് BJPക്ക്, 1 സീറ്റ്, അങ്ങനെ 3 സീറ്റ് NDAക്ക് ഉണ്ട്. ഹിമാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ 4 BJP, ദില്ലിയിൽ 7 BJP, പഞ്ചാബിൽ 2 3 സീറ്റ് വരെ BJPക്ക് ലഭിക്കാം. UP അവിടെയാണ് BJP വലിയൊരു കുതിപ്പ് നടത്തുന്നത്, അവർ നില മെച്ചപ്പെടുത്തുന്നത്. 70 തൊട്ട് 73 സീറ്റ് വരെ BJPക്ക് തനിച്ച് ലഭിക്കും. സഖ്യത്തിന് 74 തൊട്ട് 77 സീറ്റ് വരെ സഖ്യത്തിന് ലഭിക്കാം. ജാർഖണ്ഡിലേക്ക് എത്തുമ്പോൾ 11-12, ഉത്തരാഖണ്ഡിൽ 5-ൽ 5, ഗുജറാത്തിൽ 26-ൽ 26, മധ്യപ്രദേശിൽ 28 തൊട്ട് 29 വരെ, 29 സീറ്റാണ് മധ്യപ്രദേശിലുള്ളത്. അവിടെ ഒരു സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ആ സീറ്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അവസാന നിമിഷത്തിൽ. ഒരുപക്ഷെ ആ സീറ്റും കൂടെ BJP നേടിയേക്കാം. 28-29 മധ്യപ്രദേശിൽ. രാജസ്ഥാനിൽ 22-23 സീറ്റുകളാണ് ഞങ്ങളുടെ പ്രവചനത്തിലുള്ളത്. ബീഹാറിൽ BJP മത്സരിച്ചത് 17 സീറ്റിലാണ്. അത് 15-16 BJP തനിച്ച് നേടും. അവിടെ ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അവരുടെ സഖ്യം, അതായത് JDUവും ചിരാഗ് പാസ്വാനുമായിട്ടുള്ള സഖ്യമുണ്ട് അവിടെ. ആ സഖ്യം 37-38 സീറ്റുകൾ നേടും. ഒഡീഷയിലേക്ക് വരുമ്പോൾ 13 സീറ്റുകൾ BJP നേടും. 13-16 സീറ്റുകൾ വരെ ആയേക്കാം. ആന്ധ്രാപ്രദേശിലാണ് BJP ഒരു വലിയ കുതിപ്പ് എന്ന് പറയാൻ പറ്റുന്നത്. 0-ൽ നിന്ന് 2-3 സീറ്റ് വരെ ഈ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്ന് നേടും. ഈ സഖ്യം 14-17 സീറ്റിലേക്ക് എത്തുകയും ചെയ്യും. തെലുങ്കാനയിലേക്ക് വരുമ്പോൾ BJPക്ക് നേരത്തെ 4 സീറ്റാണ് ഉള്ളത്. അത് 7-8 സീറ്റിലേക്ക് മാറുന്നു. ഗോവയിൽ 1 സീറ്റാണ്. അരുണാചൽ പ്രദേശിൽ 2 സീറ്റേ ഉള്ളൂ, 2ഉം BJP നേടും. ആസാമിൽ 11-12 സീറ്റ് BJP നേടും. മുൻപ് അവിടെ 9 സീറ്റാണ് ഉണ്ടായിരുന്നത്. ത്രിപുരയിലേക്ക് എത്തുമ്പോൾ 2-ൽ 2ഉം BJPക്കാണ്. മണിപ്പൂർ, സിക്കിം, മിസോറാം, നാഗാലാൻഡ്, മേഘാലയ ഇതെല്ലാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഇവിടെ BJP അല്ല, NDA അവരുടെ സഖ്യകക്ഷികളാണ് മത്സരിക്കുന്നത്. അതിൽ 6 സീറ്റുകളാണ് ടോട്ടലുള്ളത്. മണിപ്പൂർ 2 സീറ്റും ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ഓരോ സീറ്റുമാണ്. 6-ൽ 5 സീറ്റ് NDA നേടും, അതായത് അവരുടെ സഖ്യകക്ഷികൾ നേടും. തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴാണ് വലിയ ട്വിസ്റ്റ്. അവിടെ 2 മുതൽ 3 സീറ്റ് വരെ BJP നേടിയേക്കാം. പക്ഷേ അവിടെ BJPയെ ഞെട്ടിച്ചുകൊണ്ട് BJPയുടെ ഒരു സഖ്യ കക്ഷി, പട്ടാണി മക്കൾ കക്ഷി, ഒരു സീറ്റ് നേടിയേക്കും. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ NDA നേടാൻ പോകുന്ന 3-4 സീറ്റുകൾ ആണ്. ഇനി നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ 9-10 സീറ്റുകൾ ഛത്തീസ്ഗഡിലാണ്. ഹരിയാനയിലേക്ക് വരുമ്പോൾ 8-9 സീറ്റുകൾ ഹരിയാനയിലുണ്ട്. കർണാടകത്തിലേക്ക് വരുമ്പോൾ BJPക്ക് വലിയ ഒരു തിരിച്ചടി ലഭിക്കുന്നു. കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ 25+1 26 സീറ്റിൽ നിന്ന് കുറഞ്ഞിട്ട് 22+ അവർ സഖ്യകക്ഷി 20. അങ്ങനെയാണെങ്കിൽ 23-25 സീറ്റായിരിക്കും NDAക്ക്, അതായത് BJP കുമാരസ്വാമിയുടെ JDSും ചേർന്ന് നേടുക. മഹാരാഷ്ട്രയിൽ BJP വലിയ ഒരു ഒറ്റക്കക്ഷിയായി മാറും. അവർക്ക് 24-25 സീറ്റ് തനിച്ച് നേടാൻ കഴിയും. അവർ സഖ്യം 38-40 എത്തും. ബംഗാളിൽ വലിയൊരു മുന്നേറ്റം BJPക്ക് നടത്താൻ കഴിയും, നടക്കും. ഇല്ലെങ്കിൽ ആ രീതിയിലാണ് BJPയുടെ മുൻപോട്ടുള്ള പോക്ക്. അവിടെ BJP 22-25 സീറ്റ് വരെ ബംഗാളിൽ നേടും. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളമാണ്. കേരളത്തിൽ
1 മുതൽ 2 സീറ്റ് വരെയാണ് BJPക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ BJP തനിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതിനോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലഡാക്ക്, ദാദ്ര നഗർ ഹവേലി, പുതുച്ചേരി, ചണ്ഡീഗഡ് ഇവിടങ്ങളിലുള്ള 5 സീറ്റുകളുണ്ട്. ഈ 5 സീറ്റിൽ 4 BJP നേടും, 1 അവരുടെ സഖ്യകക്ഷി നേടും. ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തനിച്ച് നേടുന്ന സീറ്റുകളുടെ എണ്ണം 322 തൊട്ട് 336 എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവചനം. NDA അവരുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ NDA നേടുന്ന സീറ്റ് 374 to 397. അതായത് ഒരിക്കൽ കൂടി നമ്മുടെ പ്രവചനം പറയാം. BJP തനിച്ച് 322 മുതൽ 336 സീറ്റ് വരെ നേടാം. NDA തനിച്ച് 374 തൊട്ട് 397 സീറ്റുകൾ വരെ നേടാം. ഇത് ഞങ്ങൾ ഈ കണ്ടെത്തിയ ഈ അനാലിസിസിൻ്റെ ഭാഗമായി നടത്തിയ ഒരു പ്രവചനമാണ്. ഇതിൽ വലിയ വേരിയേഷൻ വരില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഏതായാലും വലിയ സർവേ ഏജൻസികൾ നടത്തുന്ന സർവേയിൽ അവർ തന്നെ പറയുന്നു 5 to 7% വരെ വേരിയേഷൻ വരാമെന്ന്. ഏതായാലും ഞങ്ങൾ അത്തരത്തിൽ നടത്തിയ സർവേ അല്ല, ഇങ്ങനെ കളക്ട് ചെയ്ത സർവേയാണ്. ഏതായാലും ഞങ്ങളുടെ സർവേ ഇത്തരത്തിലാണ്. ഏതായാലും നമുക്ക് മറ്റ് എക്സിറ്റ് പോളുകളൊക്കെ ഏത് തരത്തിലാണ് എന്നറിയില്ല. ഏതായാലും നമ്മൾ ഈ രീതിയിലേക്ക് മുൻപോട്ട് പോവുകയാണ്. ഇതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു ഏറ്റവും പുതിയ അനാലിസിസ്. ഏതായാലും 7 ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി എക്സിറ്റ് പോളുകളുടെ കാലമാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും റിസൾട്ട് വരും. ഏതായാലും ഇതാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു അനാലിസിസിന് തിരഞ്ഞെടുക്കുന്നത്. നന്ദി, നമസ്കാരം.